കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. കല്യാണം കഴിയുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള കാര്യത്തിനൊരു തീരുമാനമാക്കണം. അല്ലാതെ പിന്നെ മതി എന്ന് പറഞ്ഞ് നീട്ടുമ്പോൾ ആലോചിക്കണം. അതൊക്കെ ഞാൻ കല്യാണം കഴിച്ചു, പടപടയെന്ന് 2 എണ്ണം പറ്റും. എന്നിട്ടോ? അതെ, എന്നിട്ടിപ്പോൾ എന്താ, 2 പിള്ളേരുടെയും കൂടെ ചേർത്ത് 3 കിലോ കിട്ടുമായിരുന്നു. അതും പോയിട്ട് ഇപ്പം ഇങ്ങനെ ഇരിക്കുകയല്ലേ. 3 കിലോ സ്വർണ്ണം അല്ലേ? നീ വെറുതെ അത് 3 കിലോ എന്ന് പറഞ്ഞ് എന്നെ വെറുതെ ആദ്യം കെട്ടുന്നതിനാ? കുമാരിയുടെ ഒരു ഭാഗ്യം, അല്ലാതെ അതില്ല. എന്താ രണ്ടുപേരും കൂടെ സ്വർണത്തിന്റെ കാര്യമൊക്കെ പറയുന്നത്? അല്ല, ഈ സ്വർണത്തിന്റെ വില കുത്തന്നെ ഉയർന്ന കാര്യം പറയാറുണ്ട് അച്ചപ്പി. അല്ല അപ്പച്ചി, അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ സ്വർണത്തിന്റെ വില കൂടിയതുകൊണ്ട് പ്രശ്നം? അതൊന്നും അല്ല അപ്പച്ചി, സീരിയസ് ആയിട്ട് തന്നെ ഒരു കാര്യം പറയായിരുന്നു. അപ്പച്ചി ഇങ്ങോട്ട് വന്നേ. വാ, പതുക്കെ പറഞ്ഞാ മതി. ഇവിടെ ഇരുന്നേ. പറ. അല്ല, അങ്ങനെ പ്രത്യേകിച്ച് പറയാനും മാത്രമുള്ളതൊന്നും ഇല്ല. പറയാനുണ്ട്. അതെ അപ്പച്ചി, നമ്മുടെ അമ്മയില്ലേ, സീതാലക്ഷ്മി അമ്മ ഇങ്ങനെ ഓരോ നൂലുകെട്ട് ചടങ്ങിനൊക്കെ പോകുമ്പോഴേ സ്വർണം കൊടുക്കുമല്ലോ. കൊടുക്കും. അത് എത്ര വെച്ചിട്ടാ കൊടുക്ക? എന്തിനാ? ചുമ്മാ അറിയാനാ, പറ. അവള് ഒരു നൂലുകെട്ടിന് പോയാൽ ഒരു 2 ഗ്രാമെങ്കിലും കൊടുക്കും. 2 ഗ്രാമോ? അതാണ് എല്ലാവരുടെ മുമ്പിൽ അവൾക്ക് മികച്ചു നിൽക്കണം, വലിയ പുള്ളിയാകണ്ടേ. അതിനുവേണ്ടി അതിനെ ആങ്ങളയോട് പറഞ്ഞ് നിർബന്ധിച്ച് ആങ്ങളെ കൊണ്ട് ഇത് മേടിപ്പിക്കും. പാവം എൻ്റെ ആങ്ങള. 2 ഗ്രാം എന്ന് പറയുമ്പോഴത്തേക്കിനും 4 നൂലുകെട്ടിന് പോയി കഴിഞ്ഞാൽ 1 4 4 24 8 ഗ്രാം. 40 നൂലുകെട്ടിന് പോയാലോ 8 പവനോളം വരില്ലേ? ഇത്രയും വർഷം കൊണ്ട് എന്തോരം നൂലുകെട്ടിന് പോയിട്ടുണ്ടാവും ബന്ധുക്കളുടെയും കൂട്ടുകാരായിട്ട്. അപ്പൊ ഏകദേശം ഒരു 1.5 കിലോ സ്വർണ്ണമൊക്കെ വരുമായിരിക്കും അല്ലേ? അത് കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ. കുമാരിയുടെ ഒരു ഭാഗ്യം. എന്താ കുമാരിയുടെ ഭാഗ്യം എന്ന് പറഞ്ഞത്? അല്ല, കുമാരിക്ക് അപ്പച്ചയെ പോലെ ഒരു അപ്പച്ചയെ കിട്ടത് വലിയൊരു ഭാഗ്യല്ലേ? അതിത്ര പതുക്കെ പറയാൻ പറയാൻ പാടില്ലേ? ഞാൻ ഉറക്കിയാണല്ലോ പറഞ്ഞത്. അപ്പച്ചി കേട്ടതിന്റെ കുഴപ്പ. പ്രായം കുറെ ആയെങ്കില് പറ്റിക്കാൻ നോക്കല്ലേ ചേച്ചി. വെറുതെ അല്ലാട്ടോ ചേച്ചിക്ക് ഇടയ്ക്കിടയ്ക്ക് അപ്പച്ചിയുടെയും തട്ട് കിട്ടുന്നത്. അത് ഞാൻ കേട്ടു. ഒന്ന് പോ അപ്പച്ചി, കള്ളി. അല്ല, ഞാനൊന്ന് കവലെ പോയി വന്നപ്പോഴേക്കേ വീട്ടിൽ എന്തൊക്കെ വിശേഷങ്ങളുണ്ടായേ? അതല്ലേ, അമ്മ ഭയങ്കര വലിയ പ്ലാനിങ്ങിലാ. നമ്മുടെ കുട്ടിയുടെ നൂലുകെട്ട് ചടങ്ങാണല്ലോ ഇവിടെ ആദ്യമായിട്ട് നടക്കാൻ പോണേ. അത് വലിയ ആഘോഷമൊക്കെയുള്ള പരിപാടിയാ. പക്ഷെ എന്തൊക്കെയാന്ന് ചോദിച്ചിട്ട് ഒന്നും പറയണില്ല. അത് അറിയാണ്ട് നമുക്ക് നല്ല വിഷമമുണ്ട് അല്ലേ? എനിക്ക് അങ്ങനെ വിഷമമൊന്നുമില്ല, പക്ഷെ വിഷമമുള്ള 2 പേരുണ്ട്. അതെനിക്കാ ദേവികേച്ചി, ഷാഹിനെ. എന്തിനാ അവർക്ക് വിഷമം? അവരെന്നോട് ചിരിച്ചോണ്ട് കുമാരി നിന്റെ ഭാഗ്യാണ്, നൂലുകെട്ട് ചടങ്ങ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും മനസ്സിൽ നല്ല അസൂയയും വിഷമമുണ്ട്. ആകെ നിനക്ക് വെറുതെ തോന്നുക. ദേവികേച്ചിക്കും ഷാഹിനയ്ക്കും അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അവർക്ക് നമ്മളോട് ഭയങ്കര രണ്ടാക്കും സ്നേഹമൊക്കെ ഉണ്ട്. പക്ഷെ ദേവികേച്ചിക്ക് ലേശം കൂടുതൽ അസൂയുണ്ട്. എന്തിനാ? മാളും കുഞ്ചും ആണല്ലോ ഇവിടെ ആദ്യമായിട്ടുണ്ടായ കുട്ടികള്. പക്ഷെ അവരുടെ നൂലിട്ട് ചടങ്ങൊന്നും ഇവിടെ വെച്ച് നടത്താൻ പറ്റിയില്ലല്ലോ. അതിന്റെ ഒരു വിഷമം എന്തായാലും ഉണ്ടാവും. അത് നിന്നോട് പറഞ്ഞോ? എന്തിനാ പറയണേ, അതൊക്കെ എനിക്ക് ഊഹിക്കാലോ. പിന്നൊരു കാര്യമുണ്ട്, ആനന്ദേട്ടൻ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ദേവികേച്ചിനെ ഇവിടെ കൊണ്ടുവന്നിരുന്നെങ്കിലേ അവരുടെ നൂലുകെട്ടല്ല അവിടെ ആദ്യം നടക്കായിരുന്നു. തന്നെ ദേവികേച്ചിയും പറയണ്. ഇന്ന് ആനന്ദേട്ടൻ വരുമ്പോ നല്ല കോളായിരിക്കും. ശരിയോ? മിക്കവാറും കുടുവാളം എടുക്കുന്ന എനിക്ക് തോന്നണു. ആനന്ദേട്ടൻ എന്തായാലും നമുക്ക് പറക്കാൻ പോണ കുട്ടിക്ക് ഭയങ്കര ഭാഗ്യല്ലേ കുമാരി? ഭാഗ്യണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അമ്മയുടെ പ്ലാനിങ് എന്താന്നൊന്നും അമ്മ പറയണില്ല. പക്ഷെ എന്തായാലും ആഘോഷാക്കാനുള്ള തീരുമാനമുണ്ട്. അപ്പൊ പായസൊക്കെ ഉണ്ടാവുമോ? പായസൊക്കെ ചെറുതാ പുണ്യേട്ടാ. പന്തലിടുവോ? ഉറപ്പല്ലേ? അപ്പൊ കൊട്ടിലപ്പാട്ടിൽ ആദ്യമായിട്ടൊരു പന്തല് വാങ്ങാൻ പോവുക. ആദ്യമായിട്ടല്ലോ അച്ഛൻ്റെ അമ്മയുടെ കല്യാണത്തിനിട്ട്. അത് പഴയ ആൾക്കാരുടെ കല്യാണല്ലേ, ഇത് പുതിയ കുട്ടിയുടെ ചടങ്ങല്ലേ. എന്തായാലും അടിപൊളിയായിരിക്കും. നീ വല്ലാണ്ട് സന്തോഷിക്കുന്നത് വേണ്ടട്ടാ. ചിലപ്പോ അവര് വിചാരിച്ചാലേ ഇതൊക്കെ കൊളാക്കാനും പറ്റും. ആര്? ഈ ഷാഹിനിയും ദേവികേച്ചി. അയ്യടാ, അങ്ങോട്ട് ചെന്നാ മതി. അമ്മയുടെ അടുത്ത് അതൊന്നും ഓടില്ല. അമ്മയ്ക്ക് നല്ല പ്ലാനിങ് ഉണ്ട്. എന്തറിയോ, ഇവിടെ നിങ്ങൾ 3 ആൺകുട്ടികളുണ്ടല്ലോ, ആരുടെ കല്യാണം ചടങ്ങായിട്ട് നടത്താൻ പറ്റിയില്ലല്ലോ. പിന്നെ കുഞ്ചുവിന്റെയും മാളുവിന്റെയും നൂലിട്ട് നടത്താൻ പറ്റിയോ? ഇല്ല.
അപ്പൊ ആദ്യമായിട്ട് ഒരു ചടങ്ങായിട്ട് നല്ല ആഘോഷമായിട്ട് നടത്താൻ പോണ എന്താ? നമ്മുടെ കുട്ടിയുടെ. അപ്പൊ അമ്മ അത് മുടക്കാൻ സമ്മതിക്കോ? ഉണ്ടാവില്ല. എന്താ ചേട്ടാ? അല്ല, എന്തൊരു ആലോചന? സീതേ, ഓ, ഈ വിഷുവിന് നമ്മൾ ഏതുതരം പായസം ഉണ്ടാക്കിയേ? ഈ വിഷുവിന് നമ്മള് പാലട. എന്തേ? ആണോ? ആ, എന്താ പായസം കുടിക്കാൻ തോന്നുന്നുണ്ടാ? ഒരു ചെറിയ കൊതി. അതിനെന്താ, ഉണ്ടാക്കാലോ? വേണ്ട വേണ്ട വേണ്ട. അടയും പാലും നെയ്യും എല്ലാം ഇരിപ്പുണ്ട്. 5 മിനിറ്റത്തെ കാര്യമുള്ളൂ. ഞാൻ ഉണ്ടാക്കാൻ വേണമെങ്കിൽ. വേണ്ട, എനിക്ക് വേണം. അതുകൊണ്ട് ഞാനിന്ന് ഉണ്ടാക്കും. എന്നുണ്ടാക്കുന്ന കാര്യത്തെ പറ്റിയാ രണ്ടുപേരും കൂടി ആലോചിക്കുന്നത്? ഓ, ആങ്ങളിക്ക് പായസം കുടിക്കാനൊരു പൂതി. അപ്പൊ അതുണ്ടാക്കുന്ന കാര്യം പറയുമായിരുന്നു. അല്ല, പണ്ടൊക്കെ വല്ല ഓണമോ വിഷുവോ ഒക്കെ വരുന്ന വിശേഷ ദിവസങ്ങളിലാണ് പായസം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെയല്ലല്ലോ, തോന്നുമ്പോ ഉണ്ടാക്കുകയല്ലേ. അല്ല, അതെന്താ കാരണവന്മാർ ഇഷ്ടം പോലെ മുതലുണ്ടാക്കിയിട്ടുണ്ടല്ലോ. എനിക്ക് പായസം ഉണ്ടാക്കാൻ അങ്ങനെ വിഷോ ചടങ്ങോ ഒന്നും വേണമെന്നില്ല. എനിക്ക് ഉണ്ടാക്കണമെന്ന് തോന്നുമ്പോ ഞാൻ ഉണ്ടാക്കും, അത്രേ ഉള്ളൂ. എന്നാലേ ഇനി മുതൽ ആ തോന്നുമ്പോഴോ ഉണ്ടാക്കുന്നത് വേണ്ടെന്നാ പറഞ്ഞത്. ഇനി അധികം താമസിക്കാതെ ഈ തറവാട്ടിലേക്ക് ഒരു പേരക്കടാവ് വരാൻ പോവുക. അപ്പൊ അതിനായിട്ടൊരു കരുതൽ വേണം. അല്ല, പെങ്ങളോട് ആര് പറഞ്ഞ കരുതലില്ലെന്ന്? ഈ തറവാട്ടി സീതയ്ക്കല്ലാതെ മറ്റാർക്കും ഇവിടെ കരുതലില്ല. എന്താ ഉവ്വേന്ന്? ഈ തറവാട്ടിലോട്ട് എന്നെ കൂട്ടിക്കൊണ്ട് വരുമ്പോ ഉണ്ടായിരുന്ന സ്വത്തും മുതലൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട്. ഞാനായിട്ട് ഒന്നും നശിപ്പിച്ചു കളഞ്ഞിട്ടില്ല, ആരെയും നശിപ്പിക്കാനൊട്ട് സമ്മതിച്ചിട്ടുമില്ല. എന്താ നാത്തൂന് ആ കാര്യത്തിൽ വല്ല സംശയമുണ്ടോ? ഒരു സംശയവും ഇല്ല. എന്താന്നൊരു പുച്ഛം. ഇപ്പതേ അപ്പുണ്ണിയുടെ കുഞ്ഞിന്റെ നൂലുകെട്ടാ വരാൻ പോകുന്നത്. പരമ്പരാഗതമായിട്ടേ ഇവിടെ കൈമാറി വന്നിട്ടുള്ള ഒരു സ്വത്തുണ്ട്, നൂലുകെട്ടിന് കൊടുക്കുന്നത്. അത് ഇപ്പോഴും ഈ തറവാട്ടിൽ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എന്തു സ്വത്ത്? നിങ്ങൾക്ക് ഓർമ്മയില്ല? അതെങ്ങനെയാ? നിങ്ങൾക്ക് മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞു നടക്കാനല്ലേ സമയമുള്ളൂ. നിങ്ങളുടെ കാരണവന്മാരായിട്ട് ഇവിടെ കൈമാറി വന്നിട്ടുള്ള ഒരു അമൂല്യ സ്വത്തുണ്ട്. അതിനെ പറ്റിയാ ഞാൻ പറഞ്ഞു വന്നത്. അതിന്റെ കാര്യം നാത്തു മറന്നുപോയോ? സത്യം പറഞ്ഞ നാത്തൂനെ ഞാനതങ്ങ് മറന്നു. അത് അവസാനം എടുത്തത് അമ്പിളിക്കുട്ടന്റെ നൂലുകെട്ടിനാ. അതിനുശേഷം പിന്നെ ഇവിടെ ഒരു നൂലുകെട്ട് നടന്നിട്ടുണ്ടോ? ഇല്ല. ഇനിയിപ്പോ അപ്പുണ്ണിയുടെ കുഞ്ഞിന്റെ നൂലുകെട്ടാ നടക്കാനുള്ളത്. അപ്പുണ്ണിയുടെ കുഞ്ഞാണ് ഈ പറഞ്ഞ സ്വത്തിന്റെ അവകാശി. നല്ലത് ഓർമ്മയുണ്ടാ? ഇതെല്ലാം ഞാനങ്ങ് മറന്നുപോയി നാത്തൂനെ. നാത്തു മറക്കും, പക്ഷെ എനിക്ക് മറക്കാൻ പറ്റൂല. അമൂല്യ സ്വത്തോ? അതെന്ത് സ്വത്ത്? ഇങ്ങനെ ഓരോന്ന് വിളിച്ചു പറയുമ്പോഴേ ചിലതൊക്കെ ഓർക്കുന്നത് നല്ലതാ നാത്തൂനെ. പോണേ അതെ, നീ അറിയുന്നുണ്ട് ഇവിടുത്തെ കാര്യങ്ങളല്ലോ? ഞാൻ അറിയുന്നില്ല, ചേച്ചി അറിയുന്നുണ്ടല്ലോ. അപ്പൊ ഇങ്ങോട്ട് പറ. ഇവിടെ എന്തൊക്കെ രഹസ്യങ്ങളുള്ളതെന്നറിയോ? അപ്പൊ സീക്രട്ട് വരെ വിളിച്ചോണ്ടെന്നാണോ? ഗോൾഡൻ സീക്രട്ട്. എന്താ? നമ്മൾ വിചാരിച്ച പോലെയൊന്നും അല്ല അമ്മ. ആടാ, ഞാൻ വിചാരിച്ച പോലെ, ചേച്ചി വിചാരിച്ച പോലെ അല്ലെന്ന് പറ. കുത്തു വെച്ചു. നീ വിചാരിച്ച പോലെ അല്ല അമ്മ. എന്താ കാര്യം എന്ന് പറ. അതെ, നോക്ക്, പാരമ്പര്യമായിട്ട് തലമുറകളായിട്ട് മാറി വരുന്ന അമൂല്യമായ സ്വത്തുണ്ട് ഈ വീട്ടില്. ഈ വീട്ടില് ഒന്ന് പോയേച്ചി. കുത്തു വെച്ചെന്നുണ്ടല്ലോ, സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോൾ തമാശയാക്കുന്നു. എടി, ആ സ്വത്തുണ്ടല്ലോ കുമാരിയുടെ കുഞ്ഞിന്റെ നൂല് കെട്ടിന് ആ കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടി വെച്ചേക്കും അമ്മ. അതെ, ഈ അമൂല്യമായ സ്വത്ത് എന്ന് പറയുമ്പോ അതെന്തായിരിക്കും? അതിപ്പോ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, ഒരു പെട്ടിക്കകത്ത് നിറയെ നാണയങ്ങളും മാലയൊക്കെ വെളിച്ചാടി കിടന്ന് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമല്ലേ? കുറച്ച് നമുക്കൊക്കെ കിട്ടുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ചേ ചേച്ചി. ഇവിടിച്ച് ഞെക്കണ്ട, ഇതിങ്ങനെ കേൾക്കാൻ മാത്രമേ ഇപ്പൊ കൊള്ളുള്ളൂ. ഈ സ്വത്തേ കുമാരിയുടെ കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടി അമ്മ വെച്ചേക്കുവാ. അപ്പൊ നമുക്കില്ലേ? നമുക്കൂടെ അതിന്റെ ഒരു വീതം വേണ്ടേ? വേണം. നമുക്ക് അവകാശപ്പെട്ടതല്ലേ? അതെ. അപ്പൊ അതെങ്ങനെയെങ്കിലും നമുക്കും കൂടെ ഒരു വീതം ഉണ്ടാക്കണതിന്ന്. അതെന്തേ നമ്മള്? അത് നീ ആലോചിക്കണം. ഞാൻ ഒറ്റയ്ക്കോ? നീ നിന്റെ വഴിക്ക് ആലോചിക്കണം, ഞാൻ എൻ്റെ വഴിക്ക് ആലോചിക്കും. ഇത് വേറൊരാളോടും പറയാൻ പാടില്ല, മൂന്നാമതൊരാൾ അറിയരുത്. ഇല്ല, അമ്പിളിയോട് പോലും തൽക്കാലം പറയണ്ട. സ്വന്തം യുക്തിക്ക് തീരുമാനം എടുക്കുക. കേട്ടോ പറയുന്നേ?
ഇതെന്താ നിങ്ങൾ ഇതിന്റെ ചോട്ടില്? അല്ല ഇവതിലെ നിറച്ച് പൊടി ചെളി ചെടിയാ? പൊടി പൊടി പൊടിയാ? ഭയങ്കര പൊടി. അത് പൊടി തൂക്കുന്നതായിരുന്നു ഞാൻ അവളോട് പറയായിരുന്നു. നിങ്ങൾ രണ്ടാളും കൂടിട്ടോ? ആന്നേ തൂത്ത് തുടക്കാന്ന് പറയായിരുന്നു. ശരി, ഞാനേ നിങ്ങൾ രണ്ടാളും ഇതിന്റെ ചോട്ടിൽ ഇങ്ങനെ മാറി നിന്ന് വല്ല രഹസ്യം പറയുമോ വിചാരിച്ചു. അയ്യോ അപ്പൊ അമ്മാവ് ഞങ്ങൾ പറയുന്നത് കേട്ടോ? ഇവളിത് ഞങ്ങളിങ്ങനെ ചുമ്മാ ഈ പൊടിയൊക്കെ തട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതല്ലേ? എന്നാ ഞാൻ റൂമിൽ എവിടെയെങ്കിലും നിന്ന് തട്ട്. നമ്മള് പറയുന്നത് മുഴുവൻ താങ്ങാൻ പറ്റില്ല ചിലപ്പോ ഈ കോണിക്ക്. മനുഷ്യരല്ലല്ലോ. അമ്മാവനെന്താ ഇവിടെ? ഞാൻ വീട്ടിലേക്ക് വന്നത്. ഇനി റൂമിലേക്ക് പോണം. വേറെ ഒന്നുമില്ലല്ലോ. അല്ല, ചില ആൾക്കാരുണ്ടേ ഓരോരുത്തരെ കുറിച്ച് ഇങ്ങനെ കുറ്റൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ മാറി നിന്ന് സൗകര്യം കിട്ടുമ്പോഴേ അങ്ങനൊന്നും അല്ലേ? അമ്മാവൻ അങ്ങനെയാണോ ഞങ്ങളെ പറ്റി കരുതിയേക്കുന്നേ? പ്രത്യേകിച്ച് എന്നെ പറ്റി. ഞാൻ ഒരു കമ്മ എന്നൊരു അക്ഷരങ്ങളെ പറ്റി മോശം പറയാത്ത ഒരാളാ. പിന്നെ എനിക്കറിയാലോ കുട്ടികളെ നന്നായിട്ട് അറിയണല്ലോ. എന്നാ ശരി, എന്നാ പങ്കാമ അങ്ങോട്ട് കയറട്ടെ കേട്ടോ. ആദ്യം നിന്ന് പറയണ്ട. എന്തിനാ അമ്മാവനോട് രഹസ്യത്തിന്റെ കാര്യം സംസാരിച്ചേ? ചേച്ചി, നമ്മൾ പറഞ്ഞതൊക്കെ അമ്മാവൻ കേട്ടാണോ? ഇല്ല, പറഞ്ഞോ, കഴിഞ്ഞിട്ട് പോയാ. കേട്ട് കാണോ? കേട്ടാണോല്ല? കേട്ട് കാണില്ല. അപ്പൊ മറക്കരുത്, എന്തെങ്കിലും ആലോചിച്ച് തീരുമാനം എടുത്തോണം കേട്ടോ. ഏട്ടാ, ഞാൻ ഇത്രയും നേരം പറഞ്ഞത് വല്ലോ ഏട്ടൻ കേട്ടായിരുന്നോ? കേൾക്കുന്നുണ്ടെന്ന്. കേട്ടിട്ട് എന്താ മിണ്ടാതിരിക്കുന്നേ? ഞാൻ ഏട്ടനോടാ ചോദിക്കുന്നേ. ഏട്ടാ എന്താ മിണ്ടാത്ത ഇതെല്ലാം കേട്ടിട്ട്? ഞാൻ ഇതൊന്ന് കഴിയട്ടെ എന്നിട്ട് പറയാന്ന് പറഞ്ഞില്ലേ ഞാൻ നിന്നോട്? നാട്ടുകാരുടെ ആധാരം നോക്കി ഈ കണ്ണാടിയും വെച്ചോണ്ട് നിങ്ങളുടെ ജീവിതം തീരും നോക്കിക്കോ. ഏട്ടാ എന്താ ചെയ്യാന്നൊന്ന് പറഞ്ഞതാ. പറയാം. പാരമ്പര്യമായിട്ട് കിട്ടുന്ന സ്വത്തേ വല്ലൊരു കൊണ്ടുപോകും ഇങ്ങനാണെങ്കില്. ഏട്ടാ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. നിങ്ങളോടാ പറഞ്ഞത്. എന്താടി നിനക്ക്? പിന്നെ മിണ്ടാതിരിക്കുന്ന എന്താ ഇതിന്? ഇങ്ങനെയാണെങ്കിൽ അനിയന്മാർ രണ്ടുപേരും കൂടെ ആ സ്വത്ത് മുഴുവൻ കൊണ്ടുപോകും. അനിയന്മാരാ? അപ്പൊ നീയല്ലേ പറഞ്ഞത് കുമാരിയും ആ പുണ്ണിക്കും വേണ്ടിട്ട് കൊടുക്കണമ്മാന്ന്? അല്ല, ഷാഹിനെ അമ്പിളി ഇപ്പൊ കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ. അപ്പൊ അവരും ആ സ്വത്തിന് വേണ്ടിട്ട് ശ്രമിക്കത്തില്ലേ? അവരെങ്ങനെയാ പറഞ്ഞത്? ഞാൻ പറഞ്ഞു അവരോട്. ആണോ? നന്നായി. എന്താ? എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്യടി. എന്തിനാ അവരെ മാത്രമായിട്ട് അറിയിക്കുന്നത്? ഒരു മൈക്കും കോളാമ്പയൊക്കെ വെച്ച് കെട്ടിയിട്ട് നാട്ടിൽ മൊത്തം വിളിച്ചു പറയും, എല്ലാവരും അറിയട്ടെ. നിങ്ങൾ ഇങ്ങനെ ഇവിടെ എന്നെ കളിയാക്കിക്കൊണ്ടിരുന്നു. അതിന് മാത്രമല്ലേ നിങ്ങൾക്ക് പറ്റുള്ളൂ. നിങ്ങൾ ചെന്ന് ചോദിക്കുന്നു. എന്ത് ചെന്ന് ചോദിക്കുന്നു? എന്റെ ഏട്ടാ, നമ്മുടെ കുഞ്ചുവിനും മാളൂനും കൂടി അവകാശപ്പെട്ട സ്വത്താ ഇപ്പം കുമാരിയുടെ അപ്പുണ്ണിയുടെയും കുഞ്ഞിന് കിട്ടാൻ പോകുന്നത്. എടി, അവർക്ക് കിട്ടിക്കഴിഞ്ഞാലും അവര് ഇവിടെ തന്നെയല്ലേ, അവങ്ങ് കൊണ്ടുപോകണമെന്നില്ലല്ലോ. അവര് കൊണ്ടുപോകുന്നില്ല. പക്ഷെ എനിക്ക് കുമാരിയോട് ഒന്ന് ചോദിക്കാൻ പറ്റുമോ? എന്റെ മക്കൾ കൂടെ അവകാശപ്പെട്ട സ്വത്താ, അതിൽ നിന്ന് ഒരു വിഹിതം എനിക്ക് തരുമോ എന്ന് ചോദിക്കാൻ പറ്റുമോ? എന്തിനാണ് നീ ചെന്ന് ചോദിക്കണത്? പിന്നെ ചോദിക്കാതെ പിന്നെ ഇപ്പൊ അമ്മയോടും അച്ഛനോടും ഇതിനെപ്പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് നോക്കേ, നമ്മുടെ പിള്ളേരുടെ അവകാശം കിട്ടും. അതൊരു അവകാശമായിട്ട് ഏട്ടൻ കൂട്ടിയാൽ മതി. ഇതെങ്ങനെ ചെന്ന് ചോദിക്കവരോട്? എന്റെ ഏട്ടൻ ഈ കുടുംബത്തിലെ മൂത്ത മോൻ നിങ്ങളാണോ? അപ്പൊ നമ്മുടെ മക്കളല്ലേ ഇവിടുത്തെ മൂത്ത പേരക്കുട്ടികള്. അപ്പൊ അവർക്കല്ലേ ഇതിന് ശരിക്കും പറഞ്ഞ അവകാശം. വേണ്ട മുഴുവനോട് എല്ലാം ചോദിക്കുന്നേ, അതിന്റെ ഒരു വീതല്ലേ. ലാസ്റ്റ് ഇങ്ങനെ തലയും കൈവച്ചിരിക്കേണ്ടി വരും. അത് തന്നെ എനിക്ക് പറയാനുള്ളത്. ഒന്ന് വാ തുറന്ന് എന്തെങ്കിലും ഒന്ന് പറയോ? ചോദിക്കാം. ചോദിക്കാം. എപ്പൊ ചോദിക്കും? ആലോചിക്കട്ടെ. ആലോചിച്ചിരിക്കുമ്പോഴത്തേക്കിനെ ഈ മണ്ണും ചാരി ഒന്നും പെണ്ണും കൊണ്ട് പോയ പോലെ അവസ്ഥയാവൂട്ടോ. എന്ത് പറഞ്ഞാലും ആധാരം, സ്വന്തം ജീവിതം ആദ്യം ശരിയാക്കുക, എന്നിട്ട് നാട്ടുകാരുടെ ആധാരത്തെ പറ്റി ആലോചിക്കും. അല്ലൊരു കാര്യം ചെയ്യും, ഏട്ടന് പറ്റത്തില്ലെങ്കിൽ വേണ്ട, ഞാൻ ചെന്ന് ചോദിക്കാം അച്ഛനോട്. വേണ്ട 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 വേണ്ട. ഇനി നീ എങ്ങാനും പോയി ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങാനും തരാൻ വിചാരിച്ചോണ്ടാവും, കൂടി ഇല്ലണ്ടാവും. എന്തായാലും ഈ കാര്യം അച്ഛൻ്റെ അടുത്ത് അമ്മയുടെ അടുത്തൊക്കെ നേരിട്ട് ചെന്ന് ചോദിക്കാന്ന് പറയുന്നത് വലിയ മോശമാണ്. എന്നാ പിന്നെ ഫോൺ വിളിച്ച് ചോദിക്കേ. ഫോൺ വിളിച്ച് ചോദിക്കാനല്ല, പിന്നെ ഒരു കാര്യം ചെയ്യാം. ഞാനിത് പങ്ക്യാമയുടെ അടുത്ത് അവതരിപ്പിക്കാം. അപ്പൊ പങ്ക്യാമ പോയിട്ട് നൈസിൽ അച്ഛൻ്റെ അടുത്ത് അമ്മയുടെ അടുത്തും പറഞ്ഞോളൂ. അതാ നല്ലത്. അതേ നടക്കൂ. നടക്കും. പിന്നെ നടക്കാതെ? അല്ലേട്ടാ, ഞാൻ ആലോചിക്കുന്നതേ, ഈ പാരമ്പര്യമായിട്ടുള്ള അമൂല്യ സ്വത്ത് എന്നൊക്കെ പറയുമ്പം അതെന്തായിരിക്കും?
ഈ പണ്ടത്തെ തറവാട്ടിലൊക്കെ ഈ സ്വർണത്തിന്റെ നെല്ല്, സ്വർണത്തിന്റെ അടയ്ക്ക ഇതൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും സാധനം ആയിരിക്കോ? ഇവിടെ പക്ഷെ അതല്ല. ഏട്ടനറിയോ? പിന്നെ എന്നിട്ടാണോ ഇത് വരെ മിണ്ടാട്ടിരുന്നേ? ഇവിടെ സ്വർണത്തിന്റെ ഒരു വെള്ളരിക്ക. വെള്ളരിക്കോ? ആ, ചിലപ്പോ അത് കുമ്പളങ്ങ ആവാനും മതി. ഇത്രയൊക്കെ ഉണ്ടാവും? പിന്നെന്താ, 5-6 കിലോ കാണുമല്ലേ? 6 മതിയാവില്ല, അതിൽ കൂടുതൽ ഉണ്ടാവും. സത്യം? ഇതറിഞ്ഞിട്ടാണോ ഇങ്ങനെ ഇരിക്കുന്നേ? ആ പേപ്പർ എടുക്ക്. ആ പേപ്പർ എടുക്ക്. നിനക്ക് അതിന്റെ ഒരു വിഹിതം കിട്ടിയാ പോരെ? ആ, അത് മതി. അത് കിട്ടും. ആണോ? 6 കിലോ വരുന്ന കുമ്പളങ്ങ ആകുമ്പോ ഏട്ടാ അത് നമ്മള് 3 ഭാഗിക്കുമ്പോ. എന്റെ ദൈവമേ, ഒന്ന് പോയി കിടന്നുറങ്ങിന്റെ ദേവികെ. സ്വർണ്ണത്തിൽ കുമ്പളങ്ങ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു കാരണന്മാര്. അപ്പൊ പിന്നെ ഉണ്ടെന്ന് പറഞ്ഞതോ? നീ ഒന്ന് കിടന്നേ അവിടെ. ഞങ്ങൾ ഇത്ര നേരം സംസാരിച്ചിട്ട് നിങ്ങൾ സമാധാനം പറഞ്ഞില്ലല്ലോ. എന്തെങ്കിലും ഒരു സമാധാനം പറയേ. നിങ്ങളുടെ ഈ ചോദ്യങ്ങൾക്ക് ഞാൻ എന്ത് മറുപടി പറയാനാണിതാ? നോക്ക്, അതെ, അമ്മയുടെ സ്വഭാവം മഹാമെനകെട്ടതായിട്ടുണ്ട്. ഞങ്ങളൊക്കെ ഒരുമാതിരി 2ാം തരക്കാരോട് പെരുമാറണ മാതിരിയാ പെരുമാറുന്നത്. അത് ശരിയല്ല. അതൊന്ന് പറയണമെന്നാ പറയണത്. നിങ്ങളോട് എന്ത് 2ാം തരം കാണിച്ചു ചേച്ചി? എന്താ അമ്മാവനൊന്നും മനസ്സിലാകാത്ത പോലെ പറയണത്? ഇപ്പൊ ഇവിടെ ഈ അപ്പുവേട്ടന് ജനിക്കാൻ പോണ കുട്ടിയുടെ കാര്യവും നൂലുകെട്ടിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കളിക്കുന്ന നാടകമൊന്നും അമ്മാവന് മനസ്സിലാവണല്ലേ? അയ്യയ്യയ്യേ, ജനിക്കാൻ പോണ ഒരു കൂട്ടർ നൂലുകെട്ടിന്റെ കാര്യം പറഞ്ഞിട്ടാണോ നിങ്ങൾ ഈ ജാതി വർത്താനം പറഞ്ഞവിടെ? അതെ, ഇങ്ങനോട് വർത്തമാനം പറഞ്ഞാൽ നമ്മളെ തല്ലിക്കൊല്ലണം. കൊല്ലണം. എന്റെ പങ്കാമ, നൂലുകെട്ടിന് ആർക്കാണ് പ്രശ്നം? ഇപ്പൊ 28-ന് എന്തെങ്കിലും ഒരു നൂലുകെട്ടിന് സ്വർണ്ണോ എന്തെങ്കിലും കൊടുക്കുന്നതിന് നമ്മൾ ആരെങ്കിലും എതിരാണോ? അത് നമ്മുടെ കുട്ടിയല്ലേ. പിന്നെന്താണ്? ഞങ്ങൾ ചേർന്നിട്ട് ചെയ്യില്ലേ അത്? അതല്ല പ്രശ്നം. പിന്നെ എന്താ നിങ്ങളുടെ വിഷയം? വിഷയം ഇവിടെ പാരമ്പര്യമായിട്ട് കുറച്ച് സ്വത്തുണ്ട്. അതിന്റെ പേരിലാണ് ഈ കശപിശ. അത് ഒരു കുട്ടിക്ക് മാത്രമായിട്ട് കൊടുക്കുന്നതിലാണ് ഇപ്പൊ പ്രശ്നം. അങ്ങനെയാണെങ്കിൽ ആദ്യം കുട്ടികളുണ്ടായത് എനിക്കല്ലേ. അവർ മൂവാറ്റുപുഴയാണ് ജനിച്ചതെന്നുള്ളതുകൊണ്ട് അവർ അതിന് അവകാശികളല്ലാതാവൂ. ഇതൊക്കെ പറഞ്ഞിട്ട് ഈ സ്ത്രീകൾ നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എന്തെങ്കിലും കൂടി പറയാൻ വേണം. ഭർത്താക്കന്മാരെന്നുള്ള നിലയ്ക്ക് ഒന്നും പറയാനില്ല. ഞങ്ങളെന്താ വെറും പോങ്ങന്മാരായിട്ട് മാറില്ലേ? നിങ്ങൾ എന്തിനാ പോങ്ങന്മാരാവണേ? ഇതിപ്പോ ചേച്ചിയും അളിയനും കൂടി തീരുമാനിച്ചിട്ടുള്ള ഈ വീട്ടിൽ ജനിക്കണ ആദ്യത്തെ ഒരു പേരക്കുട്ടിക്ക് ആ സ്വത്ത് കൊടുക്കണം എന്നാണ് അവർ ആഗ്രഹിച്ചിരിക്കണമെങ്കിൽ അത് തടയാൻ നിനക്കോ എനിക്കൊക്കെ പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ നീ പറഞ്ഞില്ലേ മൂവാറ്റുപുഴയിലാണ് എന്റെ കുട്ടികൾ ജനിച്ചെന്നുള്ളതുകൊണ്ട് കൊടുക്കാൻ പറ്റുമോന്ന്? ഇല്ല, കൊടുക്കാൻ പറ്റില്ല. അത് എപ്പോഴാണ് അറിഞ്ഞത് നിനക്ക് 2 കുട്ടികളുള്ള കാര്യം? പിന്നെ അന്നത്തെ കാലത്തെ നൂലുകെട്ടിന്റെ കാര്യം പറഞ്ഞിട്ട് ഇപ്പൊ സ്വത്ത് കൊടുക്കാൻ പറ്റുമോ? അവരിതൊന്നും ചിന്തിച്ചിട്ടില്ല. അവരിപ്പോ എന്താ വെച്ചാൽ ഈ വീട്ടിൽ ആദ്യമായിട്ട് ജനിക്കണ പേരക്കുട്ടിക്ക് അവർ പാരമ്പര്യമായിട്ട് അവർക്ക് കൈമാറി വന്ന ആ സ്വത്ത് കൊടുക്കണം എന്ന് ആഗ്രഹിച്ചു. അതിലിടപെടാനും അതിനെ എതിർക്കാനൊന്നും എനിക്ക് പറ്റില്ല. ആ എതിർക്കാൻ ആരാ അമ്മാവനോട് പറഞ്ഞത്? അച്ഛനും അമ്മയും ഈ ചെയ്യണ മര്യാദയല്ല നീതിയല്ല എന്ന് അവരോട് പറഞ്ഞ് മനസ്സിലാക്കാനാ പറഞ്ഞത്. ഞാനിവിടുത്തെ ഒരു മോനല്ലേ, എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായി. ഞാൻ എത്ര വട്ടം ചോദിച്ചു ഇവിടെ. അപ്പൊ ഒറ്റ സ്വത്തുമില്ല, 10 പൈസ ആരുടെ അടുത്തില്ല. ഇപ്പൊ ഈ പേരക്കുട്ടിക്ക് കൊടുക്കാൻ പാരമ്പര്യ സ്വത്ത് എവിടെ നിന്ന് വന്നു? അതാ മനസ്സിലാവാത്തത്. അതെ, കുട്ടികൾക്ക് കൊടുക്കാനുള്ളത് കുട്ടികൾക്ക് തന്നെയാണ് കൊടുക്കുക. അല്ലാതെ നിന്റെ കടം വീട്ടാനുള്ള അല്ലാതെ. നിന്റെ കടം വീട്ടാൻ വെച്ചാൽ അതിനെവിടെ ഈ വീട്ടിൽ നേരണ്ടാവുള്ളൂ. നിനക്ക് എന്താ കടമില്ലാത്തത്? എന്റെ കടത്തിന്റെ കാര്യമല്ല പറഞ്ഞ, കുട്ടികൾക്ക് തന്നെ കൊടുത്തേച്ചാൽ മതി. എനിക്കും കൂടി ഉണ്ടാകുള്ള ഒരു സാവകാശം വന്നിട്ട് 3 പേരുടെ മക്കൾക്ക് ഒരുപോലെ കൊടുക്കട്ടെ, അതല്ലേ പറഞ്ഞോളൂ. ഇപ്പൊ ഇരിക്കണ മുഴുവൻ സ്വത്തുക്കളും അപ്പുവേട്ടന്റെ കൊച്ചിന് തന്നെ കൊടുക്കണമെന്ന് എന്ത് ഇത്ര നിർബന്ധം? ഇതിപ്പോ നിങ്ങളുടെ വായെന്ന് വരുന്ന വാക്കുകളൊന്നല്ല, എനിക്ക് നല്ലോണം അറിയാം. ഞാനും ചോറന്നെ തിന്നണത്. ഇതൊക്കെ നിങ്ങളുടെ ഭാര്യമാരെ കുത്തിത്തിരിപ്പാ. അത് മനസ്സിലാക്കാനുള്ള ബോധം നിങ്ങൾക്കില്ല, അത്രേ ഉള്ളൂ. അപ്പൊ എന്തിലാവട്ടെ, ഞാൻ സംസാരിച്ചു നോക്കാം. ഞാൻ അളിയനോടും ചേച്ചിനോടും ഒന്ന് സംസാരിച്ചു നോക്കാം. എനിക്ക് അത്രേ പറയാൻ പറ്റുള്ളൂ. ആ കാര്യം നിങ്ങളൊന്ന് സംസാരിച്ചാൽ മതി. ഇത്ര നേരം പറഞ്ഞതിന്റെ കാര്യം അത്രേ ഉള്ളൂ. വെറുതെ ബഹളുണ്ടാക്കിട്ടെന്താ കാര്യം? കൊടുക്കണേന്റെ ഒരു മുന്തിയ പങ്ക് വേണമെങ്കിൽ അപ്പുവേട്ടന്റെ കൊച്ചിന് കൊടുത്തോട്ടെ. പക്ഷെ എല്ലാവരെയും മനുഷ്യരും മക്കളുമായിട്ട് കാണണം. അതാണ് ഒരു കുടുംബം. അമ്പിളെ, ഇതൊന്നും അവരങ്ങനെ ഒന്നും കണക്കാക്കിയിട്ടില്ല. ഒരു പേരക്കുട്ടി ഉണ്ടാവുമ്പോ അതിനങ്ങോട്ട് പങ്ക് വെക്കാലോ, അതിനങ്ങോട്ട് കൊടുക്കാലോന്ന് വിചാരിച്ചു, അത്രേ ഉണ്ടാവുള്ളൂ. അപ്പൊ മറ്റുള്ളവരുടെ അസംതൃപ്തി അമ്മാവൻ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് ഞാൻ പറയാം. നിങ്ങൾക്കൊന്നും മോൻ കൊടുക്കാൻ പറ്റില്ലല്ലോ, പറയന്നെ. പറയട്ടെ അല്ലേ? അല്ലാതെ ചേട്ടാ, എന്തെന്ന് ഇത്രപ്പെടുത്തി പാരമ്പര്യ സ്വത്ത് എന്ന് പറയണത് ഞാനിതുവരെ പറഞ്ഞു കേട്ടിട്ടില്ല. എന്താന്ന് ആർക്കറിയാടാ. പക്ഷെ എന്തുണ്ട് സംഗതി.
അല്ലെങ്കിൽ അത്രയും ഇതായിട്ട് നിൽക്കില്ല. എന്തായാലും എനിക്കും ഓഹരി കിട്ടണം. അപ്പച്ചി മതി, ഇനി പേൻ നോക്കാം. അപ്പച്ചിയുടെ കൈ തലയിൽ വെക്കുമ്പോഴേ എന്താ ഒരു സുഖം. അപ്പച്ചി ഇപ്പൊ ഒന്നും പോവില്ലല്ലോ? ഇപ്പൊ എങ്ങും പോണില്ല. നിന്റെ തലയിലെ പേനെല്ലാം പെറുക്കി തീർന്നിട്ട് മാത്രമേ ഞാൻ പോണുള്ളൂ. പോരെ അപ്പച്ചി ഇടയ്ക്കൊന്നും പോണില്ലല്ലേ? പിന്നെ ഒരു കാര്യണ്ട്. എന്നാടി? അതെ, കുഞ്ഞിന്റെ നൂലുകെട്ടാവുമ്പോഴേ കൊടുക്കാൻ വേണ്ടിയിട്ട് അമ്മയും അച്ഛനും കൂടെ എന്തോ ഒരു സമ്മാനം മാറ്റി വെച്ചിട്ടുണ്ട്. കുറേ വർഷങ്ങളായിട്ടുള്ള എന്തോ അമൂല്യ സ്വത്താന്ന്. എടി, അത് ആങ്ങളെ സീതാലക്ഷ്മിയും കൂടെ വളരെ രഹസ്യമായിട്ട് ഒളിപ്പിച്ചു വെച്ച കാര്യമാണല്ലോ. അതുപോലെ നീ എങ്ങനെ അറിഞ്ഞേ? അത് അപ്പച്ചിക്കറിയില്ലേ? ഈ കൊട്ടിലെ പാട്ട് എന്ത് രഹസ്യം ഉണ്ടെങ്കിലും ആരെങ്കിലും ഒരാൾ അറിഞ്ഞാൽ മതി, പെട്ടെന്ന് എല്ലാരും അറിയും. പക്ഷെ ആവശ്യമുള്ള കാര്യമൊന്നും ആരും അറിയില്ല. അതെല്ലാ വീട്ടിലും അങ്ങനെ ആടി. ആണോ? ഞാൻ ഓർത്തു ഇവിടെ മാത്രം. അല്ലടി, ഇത് എല്ലായിടത്തും ഉള്ള കാര്യങ്ങളായിട്ടൊക്കെ. അടുത്ത പുതുമയൊന്നും അല്ല. ഓ, ഇനി ആളാൻ പറഞ്ഞ് മാറി മാറി നോക്കി. ഇതിന് മാത്രം പേനുണ്ടോ കുമാരി നിന്റെ തലയില്? അത് വെറുതെ സ്നേഹം കൊണ്ട് മസാജ് ചെയ്തായിരുന്നാ. അങ്ങനെയാണെങ്കിൽ ഇവിടെ 2 തലയും കൂടെ ഉണ്ട് കേട്ടോ, സ്നേഹം കൊണ്ട് മസാജ് ചെയ്യാൻ. 2 അല്ലടി, അതിൽ കൂടുതൽ തലയുണ്ടല്ലോ. അതിപ്പോ എല്ലാം മസാജ് ചെയ്യാനെ കൊണ്ട് പറ്റും. എനിക്ക് ഇഷ്ടപ്പെട്ട പിള്ളേരുടെ തല ഞാൻ നോക്കുന്നു. അത് തന്നെയാ പറഞ്ഞത്. കുമാരിയോട് അപ്പച്ചിക്ക് പ്രത്യേക സ്നേഹം അല്ലേ? ഇപ്പഴാണോ മനസ്സിലായേ? പിന്നെ എവിടെ ആയിരുന്നു രണ്ടും? ഞങ്ങൾ ഇവിടൊക്കെ തന്നെ ഉണ്ടായിരുന്നു അപ്പച്ചി. അല്ലാതെ എവിടെ പോവാനാ? ഞാൻ കണ്ടില്ലല്ലോ. നോക്കട്ടെ പോലെ നോക്കിയാലല്ലേ കാണേണ്ട പോലെ കാണാൻ പറ്റുള്ളൂ. നീ പറഞ്ഞതിന്റെ പൊരുളൊക്കെ എനിക്ക് മനസ്സിലായി. പിന്നെ എന്തേ വന്നു? ചുമ്മാ